ഹക്കുജി ഡീമനായുള്ള ജീവിതത്തിനു മുൻപ് അക്കാസ ഹക്കുജി എന്നറിയപ്പെട്ടിരുന്നു. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഹക്കുജി രോഗിയായ അച്ഛനു വേണ്ടി മരുന്ന് വാങ്ങാൻ പലപ്പോഴും മോഷണം നടത്തിയിരുന്നു. 3 തവണ മോഷണത്തിന് പിടിക്കപ്പെട്ടപ്പോൾ അധികാരികൾ അവന്റെ ശരീരത്തിൽ ടാറ്റൂ അടിക്കുകയും അടുത്ത തവണ പിടിക്കപ്പെട്ടാൽ കൈകൾ വെട്ടിക്കളയുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മകന്റെ ദുരവസ്ഥ അറിഞ്ഞ് ഹക്കുജിയെ ഒരു മോഷ്ടാവായി കാണാൻ ആഗ്രഹിക്കാത്ത അച്ഛൻ ആത്മഹത്യ ചെയ്തു. ആത്മമിത്രങ്ങളുടെ വേർപാട്. അച്ഛന്റെ മരണശേഷം നിരാശനായ ഹക്കുജി അലഞ്ഞു തിരിയുന്ന ഒരു തെമ്മാടിയായി മാറി. അങ്ങനെയിരിക്കെ അവനൊരു ആയോധനകല പരിശീലകനായ കെയ്സോയെ കണ്ടുമുട്ടി. കെയ്സോ അവനെ സംരക്ഷിക്കുകയും തന്റെ ക്ഷയരോഗിയായ മകൾ കൊയൂക്കിയെ പരിചരിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഹക്കുജിയും കൊയൂക്കിയും തമ്മിൽ പ്രണയത്തിലായി. ഇത് കെയ്സോയുടെ സന്തോഷത്തിനു കാരണമായി. കെയ്സോ തന്റെ ദോജോയുടെ ചുമതല ഹക്കുജിയെ ഏൽപ്പിക്കുകയും കൊയൂക്കിയെ വിവാഹം കഴിപ്പിച്ചു നൽകുകയും ചെയ്തു. നിർഭാഗ്യവശാൽ കൊയൂക്കിയുടെ രോഗം വീണ്ടും മൂർച്ഛിച്ചു. അവരെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ച ഒരു എതിരാളി ദോജോയിലെ ആളുകൾ കിണറ്റിൽ വിഷം കലർത്തി. ഇതിന്റെ ഫലമായി കൊയൂക്കിയും കെയ്സോയും മരിച്ചു. കൊയൂക്കിയും കെയ്സോയും മരിച്ചു കിടക്കുന്നത് കണ്ട ഹക്കുജി ആ ദോജോയിലെ 67 അംഗങ്ങളെയും കൊലപ്പെടുത്തി. ഡീമനായി മാറിയ ഹക്കുജി ഈ കൊലപാതകത്തെക്കുറിച്ച് കേട്ട് മൂസാൻ കിബുത്സുജി ഹക്കുജിയെ കണ്ടെത്തുകയും അവനെ ഒരു ഡീമനാക്കി മാറ്റുകയും ചെയ്തു. അക്കാസ എന്നറിയപ്പെട്ട ഹക്കുജി തന്റെ മനുഷ്യജീവിതത്തിലെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ട് ഒരു ഡീമനായി മാറി. പിന്നീട് മൂസാൻ കിബുത്സുജിയുടെ വിശ്വസ്തനായ ഒരു അപ്പർ റാങ്കിലുള്ള ഡീമനായി അവൻ മാറി. അക്കാസയുടെ മരണം. ഇൻഫിനിറ്റി കാസ്റ്റിൽ വാറിനിടയിൽ അക്കാസ ടാൻജിറോയുമായി യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ഓർമ്മകൾ തിരികെ വന്നു. താൻ സ്നേഹിച്ചവരെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അയാൾ ഖേദിച്ചു. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അവൻ സ്വയം ശിരസ്സറുത്ത് ആത്മഹത്യ ചെയ്തു.